ആര് കാണിച്ചില്ലെങ്കിൽ ആരുടെ അനുമതിയോട് കാണിച്ചെന്ന് മനസ്സിലാകുന്നില്ല. പക്ഷേ ഒരു ദേശീയപാത വരുന്ന മുമ്പേയുള്ള അവസ്ഥ ഇതാണ്. കോൺട്രാക്ട് എടുത്ത ആരെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ 2-3 ലോഡ് വേസ്റ്റ് ഒക്കെ. അതെ, റെയിൽവേയിൽ നിന്നുള്ള കുറേ വേസ്റ്റുകളാണ് കൂടുതലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം റെയിൽവേ കോൺട്രാക്ട് എടുത്ത ആൾക്കാരായിരിക്കും. പോലീസ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ പറയട്ടെ. 2 ദിവസം കൂടി കഴിയുമ്പം ഇത് പൂർണ്ണമായിട്ട് മാറ്റിയ ഉടനെ സകല വിവരങ്ങളും തരുന്നതായിരിക്കും. ആദ്യം ഒരു ലോഡ് ഇട്ടപ്പോൾ തന്നെ നമ്മുടെ ഈ ഗ്രൂപ്പുകളിൽ അത് ഷെയർ ചെയ്തു. അപ്പോൾ ഈ CCTV ഉള്ളവർക്ക് മാത്രമേ ഇത് കണ്ടെത്താൻ കഴിയും ആരാണ് വരുന്നത്. കൃത്യമായ ശിക്ഷയും കിട്ടും. അതിൻ്റെ പിഴ ഈടാക്കി അവരെ കൊണ്ട് തന്നെ നമ്മൾ ഈ സാധനങ്ങൾ ഫുള്ള് ഇവിടെ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം വളരെ മോശമായ വഴിയായിപ്പോയി. ആ ചെയ്താലും ആവർത്തിക്കരുത്, തക്കതായ ശിക്ഷകളൊക്കെ വരുന്നുണ്ട്. ആ ഒരു അമാന്തവും കാണിച്ചിട്ടില്ല. അപ്പോഴും തന്നെ അതിൻ്റെ നടപടികളിലോട്ട് നീങ്ങിയിട്ടുണ്ട്. ടിപ്പറിലാണ് വന്നടിക്കുന്നത്. അപ്പോൾ രാത്രി സമയത്താണ് ഇത് കൂടുതലും വരുന്നത്. വളരെ വിഷമമുണ്ട് ഇങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായാൽ. ഇന്നലെ രാത്രി ഏതോ കാപാലികന്മാർ ചെയ്ത പണിയാണ്. നമസ്കാരം. നമ്മുടെ ദേശീയപാത നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് കിടക്കുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വാമനപുരം ആറ്റിൻ്റെ കരയായിട്ട് വരും. ഇതിൻ്റെ കറക്റ്റുള്ള പൊസിഷൻ എനിക്ക് അറിയില്ല. നമ്മൾ കുറച്ച് നടന്നാണ് വന്നത്. ഇതിൻ്റെ പിറകിൽ കാണുന്ന ഈ കാഴ്ച ഉണ്ടോ? ഇന്നലെ രാത്രി ഏതോ കാപാലികന്മാർ ചെയ്ത പണിയാണ്. ഇത്രയും വേസ്റ്റ്, ഇത് മാത്രമല്ല കുറേ വേസ്റ്റ് അപ്പുറത്തുണ്ടായിരുന്നു, അടുത്ത് മാറിക്കൊണ്ട് പോയെന്ന് പറഞ്ഞു. ഇത്രയും വേസ്റ്റ് കൊണ്ട് തള്ളിയിരിക്കുകയാണ്. ഇത് ആര് കാണിച്ചില്ലെങ്കിൽ ആരുടെ അനുമതിയോട് കാണിച്ചെന്ന് മനസ്സിലാകുന്നില്ല. പക്ഷേ ഒരു ദേശീയപാത വരുന്ന മുമ്പേയുള്ള അവസ്ഥ ഇതാണ്. ഇങ്ങനെ ഒരു ഒഴിഞ്ഞ സ്ഥലങ്ങളിലൊക്കെ കൊണ്ട് തള്ളിയങ്ങ് പോകും. അത് ഒരു ലോറിയൊന്നും അല്ല, ഒരുപാട് വേസ്റ്റ് ഉണ്ട്. എനിക്ക് 2-3 ലോഡ് കൊണ്ട് തള്ളിയേക്കാണ് ഇവിടെ. ഇതൊരു കഷ്ടമെന്ന് മനസ്സിലാകുന്നില്ല. സമീപവാസി അവിടെ പയ്യുണ്ട്. വാ, ഇത് ആറ്റിങ്ങൽ 28-ാം വാർഡ് തോട്ടവാരമാണ്. നമ്മുടെ സമീപവാസിയായ ചെറുപ്പക്കാരൻ മാത്രമേ കണ്ടുള്ളൂ. എന്തുവാടേ ഇത്? അതേട്ടാ, രാത്രിയാണ് ഇത് സംഭവം വരുന്നത്. ഇപ്പോൾ രാത്രി ഒരു 9:30-10 മണി 12 മണി ആ സമയത്താണ് വരുന്നത്. കാരണം ഈ പണി നടക്കുന്നുള്ളതുകൊണ്ട് ലോറികൾ സ്ഥിരമായിട്ട് വരുന്നുണ്ട്. അപ്പം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല ഇവരുടെ ലോറിയാണോ മറ്റേ വേറെ വെളിയിൽ നിന്നുള്ള ലോറിയാണോ നമുക്കറിയത്തില്ല. അപ്പോൾ 5 ലോഡ് ടോറസിലാണ് അടിക്കുന്നത്. ടോറസിൽ? അതെ. അപ്പോൾ ടോറസ് ടിപ്പറിലാണ് വന്നടിക്കുന്നത്. അപ്പോൾ രാത്രി സമയത്താണ് ഇത് കൂടുതലും വരുന്നത്. കടന്ന് കൈയായിപ്പോഴാ. നേരത്തെ ഇവിടെ കൊണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു മുനിസിപ്പാലിറ്റി കൊണ്ടുപോയെന്ന് തോന്നുന്നു. എന്തിന്റെ വേസ്റ്റ് ആണെന്നല്ല അറിയാമോ? ഫുഡ് വേസ്റ്റ് ആണ് കൂടുതൽ. ഫുഡ് വേസ്റ്റ് ആണ്. അതെ, റെയിൽവേയിൽ നിന്നുള്ള കുറേ വേസ്റ്റുകളാണ് കൂടുതലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം റെയിൽവേ കോൺട്രാക്ട് എടുത്ത ആൾക്കാരായിരിക്കും. അതിൻ്റെ അകത്ത് കുപ്പികളെല്ലാം റെയിൽ നീരിൻ്റെ കുപ്പികളാണ് കൂടുതൽ കാണുന്നത്. ആണല്ലേ? കൗൺസിലർ ചേച്ചി നമ്മുടെ കൂടെ ഉണ്ട്. ഇത് കഷ്ടം ചെയ്യുകയാണ്. നമുക്ക് വളരെ വിഷമമുണ്ട് ഇങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായാൽ. ഇതിനെതിരെ ആറ്റിങ്ങൽ നഗരസഭ കർശനമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. വലിയൊരു തുക പിഴ ഈടാക്കിക്കൊണ്ടാണ് നടപടികൾ നീങ്ങിയിരിക്കുന്നത്. ഇന്നലെ കുറച്ച് അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇന്നും അടുത്ത ദിവസം ഫുൾ അവിടെ നിന്ന് എടുത്ത് മാറ്റും അവർ. പോലീസ് നടപടികൾ അതിനെ കുറേ ഇത് ഫുള്ള് മാറ്റിയിട്ട് പേര് വിവരം ഉൾപ്പെടെ തരുന്നതായിരിക്കും ഈ പോലീസ്. പോലീസ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ പറയട്ടെ. 2 ദിവസം കൂടി കഴിയുമ്പം ഇത് പൂർണ്ണമായിട്ട് മാറ്റിയ ഉടനെ സകല വിവരങ്ങളും തരുന്നതായിരിക്കും. ഇതിനകത്തേക്ക് വേസ്റ്റ് നമ്മൾ ഒരു അമാന്തവും കാണിച്ചിട്ടില്ല. അപ്പോഴും തന്നെ അതിൻ്റെ നടപടികളിലോട്ട് നീങ്ങിയിട്ടുണ്ട്. നമ്മുടെ അതുപോലെ ഇത്രയും ആ ആറ്റിലൊക്കെ അത് അത്രയും ഒലിച്ചിറങ്ങി. അതുകൊണ്ട് കൃത്യമായ ശിക്ഷയും കിട്ടും. അതിൻ്റെ പിഴ ഈടാക്കി അവരെ കൊണ്ട് തന്നെ നമ്മൾ ഈ സാധനങ്ങൾ ഫുള്ള് ഇവിടെ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ 2 ദിവസം കൂടെ പോലീസ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. 2 ദിവസം കൂടെ കഴിയുമ്പോൾ പേരും ബാക്കി എല്ലാ ഡീറ്റെയിൽസും തരുന്നതായിരിക്കും. ആദ്യം ഒരു ലോഡ് ഇട്ടപ്പോൾ തന്നെ നമ്മുടെ ഈ ഗ്രൂപ്പുകളിൽ അത് ഷെയർ ചെയ്തു. അപ്പോൾ ഈ CCTV ഉള്ളവർക്ക് മാത്രമേ ഇത് കണ്ടെത്താൻ കഴിയും ആരാണ് വരുന്നത്. പലരും ഈ ടോറസ് ലോറി കണ്ടു എന്ന് പറയുന്നുണ്ടെങ്കിലും പക്ഷെ അതിൻ്റെ നമ്പരും ഡീറ്റെയിൽസ് ഒന്നും കിട്ടാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് നമ്മളിത് വെയിറ്റ് ചെയ്തു. ഇത് പിന്നെ നഗരസഭയെ അറിയിക്കുകയും നഗരസഭ ഇപ്പോൾ നടപടി എടുത്തു എന്നാണ് ഞങ്ങൾ അറിയുന്നത്. ഇനി ഇത് അവർക്ക് വേണ്ടി അതിൻ്റെതായ തക്ക ശിക്ഷകൾ ഉണ്ട്. ഞാൻ പറഞ്ഞു 2 ദിവസം കൂടി പോലീസ് നടപടി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. 2 ദിവസം കൂടി കഴിയുമ്പോൾ എല്ലാ ഡീറ്റെയിൽസും. ഏതായാലും ഒരു ആറ്റിൻ്റെ കര കൂടിയാണ് ഈ ആറൊക്കെ. ഒരുപാട് പേര് ഉപയോഗിക്കുന്ന ആറും കൂടിയാണ്. അവിടേക്കാണ് ഇത്രയും 2-3 ലോഡ് വേസ്റ്റ് കൊണ്ട് തള്ളിയിരിക്കുന്നത്. അത് വിളിച്ചിറങ്ങിക്കൊണ്ടിരിക്കുക. നമ്മൾ കണ്ടുവരാവരെ. എന്തായാലും വളരെ മോശമായ വഴിയായിപ്പോയി. ആ ചെയ്താലും ആവർത്തിക്കരുത്, തക്കതായ ശിക്ഷകളൊക്കെ വരുന്നുണ്ട്. ഇസ്മായിലിന് വേണ്ടി ക്യാമറമാൻ അനീഷിനൊപ്പം സജിത്ത് മാരാർ സൈനിങ് ഓഫ്.